ഹായ്, വെൽക്കം ടു എജോബിൾസ് ലേണിംഗ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേട്ടറ്റ് എക്സാം വരികയാണ്. നമ്മൾ അവസാന സമയത്താണ് നമ്മൾ പഠനം കുറച്ചുകൂടി ഊർജിതമായി ചെയ്യാറുള്ളത്. മാത്രമല്ല, എക്സാമിൽ നമുക്ക് ഒരു പ്രയാസമായിട്ട് തോന്നുന്ന ഭാഗം അത് സൈക്കോളജിയാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി സബ്ജക്റ്റിൽ നമ്മൾ പുലികളാണെങ്കിലും സൈക്കോളജി ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാലം നോക്കാത്തതായിരിക്കും. ചിലപ്പോൾ നോക്കിയാൽ തന്നെ നമ്മൾ കണ്ടൻ്റൊക്കെ വായിച്ചിട്ടുണ്ടാവും, പക്ഷേ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ചിലപ്പോൾ MCQയിൽ ഇപ്പോൾ 4 ഓപ്ഷൻസ് തന്നാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഏതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാക്സിമം PYQ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം PYQ ചെയ്യുന്നോ അത്രത്തോളം എക്സാമിൽ മാർക്ക് വാങ്ങാം. ഒരു 30 ക്വസ്റ്റ്യൻസ് സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ പരമാവധി ഒരു 25-ന് മുകളിൽ മാർക്ക് ലഭിച്ചാൽ തീർച്ചയായും നമുക്ക് കേട്ടറ്റ് എക്സാമിന് നല്ലൊരു റിസൾട്ടോടെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പാസ്സാവാം. ഇപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് ഒരുപാട് വർഷം എഴുതിയിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കേട്ടറ്റ് എക്സാം വിജയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു പരിഹാരം നമ്മൾ ഏറ്റവും കൂടുതൽ PYQ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, PYQസിൻ്റെ ഒരു സെഷൻസ് ആണ്. തീർച്ചയായും ഹായ്, ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ 2017 ഡിസംബറിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ബ്രെയിൻ സ്റ്റോമിംഗ് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇത് ഒരു പ്രശ്നാധിഷ്ഠിത രീതിയാണ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സെൻറ്റേർഡ് മെത്തേഡാണ്. ഒരു പ്രശ്നം സംബന്ധിച്ച എല്ലാ തരം വീക്ഷണങ്ങളും സ്വാഗതം ചെയ്യപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തുന്നു, അതായത് ഇൻഡിവിജ്വൽ ഇവാലുവേഷൻ നടത്തുന്നു. അതായത് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിൻ്റെ ഇൻഡിവിജ്വൽ ഇവാലുവേഷനാണ് കേട്ടോ. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തുന്നു. ഇൻഡിവിജ്വൽ ഇവാലുവേഷൻ ഓഫ് ദ സ്റ്റുഡൻസ് പെർഫോമൻസ്. വിദ്യാർത്ഥികളുടെ ഭാവനാ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. കുട്ടികളുടെ ഇമാജിനേറ്റീവ് പവറിനെ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൽ ബ്രെയിൻ സ്റ്റോമിങ്ങുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പോൾ നമുക്കറിയാം, ഇവിടെ നോക്കൂ, ഇൻഡിവിജ്വൽ ഇവാലുവേഷൻ ഓഫ് ദ സ്റ്റുഡൻസ് അത് നടക്കുമോ? ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇൻഡിവിജ്വൽ ഇവാലുവേഷൻ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് തെറ്റായ ഉത്തരം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം. ഇതാണ് ഇവിടെ ശരിയായി വരിക കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇതിന് ശരിയായ ആൻസർ. അടുത്ത ചോദ്യം, പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? നമുക്കറിയാം, റീഇൻഫോഴ്സ്മെൻ്റ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് വാട്സൺ, പാവ്ലോ, സ്കിന്നർ, കോഹ്ലർ. ആരായിരിക്കും? ഉത്തരം സ്കിന്നറാണ് കേട്ടോ. റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് റീഇൻഫോഴ്സ്മെൻറ്റ്? അഭിലഷണീയമായ പ്രതികരണത്തിന് നല്ല അല്ലേ, നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ അതിന് ചോദകം നൽകുന്ന പ്രക്രിയക്കാണ് നമ്മൾ പറയുക റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയാം. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്താണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കണം. അടുത്ത ചോദ്യം, പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ്. എ ടെസ്റ്റ് വിച്ച് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് ചിൽഡ്രൻ സോ ആസ് ടു ഫോളോ റെമഡിയൽ മെഷേഴ്സ് ഈസ് കോൾഡ്. അപ്പോൾ റെമഡിയൽ മെഷേഴ്സിന് വേണ്ടി നടത്തുന്ന എന്ത് ടെസ്റ്റാണ് നമുക്ക് നടത്താൻ പറ്റുക? പഠന നേട്ടം അളക്കാനുള്ള ടെസ്റ്റാണോ? അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണോ? നിദാന ശോധകം, ബുദ്ധിമാപ്പിനി എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ്, മാനകീകൃത ശോധകം, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ലേണിംഗ് ഡിഫിക്കൽട്ടീസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഏതായിരിക്കും ഉപയോഗിക്കുക? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലേ? അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, പ്രതിപാദനനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഏതാണ്? അതായത് ഗിഫ്റ്റഡ് ചൈൽഡിന് പല മെത്തേഡുകളും സജസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം സാധാരണ ക്ലാസ്സിൽ അവർക്ക് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതിൽ പെടാത്ത രീതി ഏത്? ത്വരിത പഠനം, ആക്സലറേറ്റഡ് ലേണിംഗ്, അനുകൂലനം നടത്തിയ പാഠ്യപദ്ധതി, കരിക്കുലം അഡാപ്റ്റേഷൻ, കഴിവിനൊത്ത വർഗീകരണം, എബിലിറ്റി ഗ്രൂപ്പിംഗ്, പരിഹാരബോധം എന്ന് പറഞ്ഞാൽ റെമഡിയൽ ടീച്ചിങ്. ഇവർക്ക് ഏതാണ് ഇതിൽ പറ്റാത്തത് അല്ലെങ്കിൽ ഇത് സജസ്റ്റ് ചെയ്യപ്പെടാത്തത്? ഉത്തരം പരിഹാരബോധനം. ബോധം നല്ല ബോധനം, റെമഡിയൽ ടീച്ചിങ്. അടുത്ത ചോദ്യം, നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്?
അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഉണ്ടാക്കണം. അതിന് ഏറ്റവും നല്ല രീതി കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണ്ണയിച്ചു കൊടുക്കുക, ഗൈഡൻസ് നൽകുക, അഭിപ്രേരണ സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുക, അതായത് എക്സ്പ്ലെയിനിങ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ, ഇടയ്ക്കിടെ പഠന നേട്ടം സംബന്ധിച്ച പരീക്ഷകൾ നടത്തുക. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നടത്തുക. ഏതാണ് കറക്റ്റ്, ഏറ്റവും യോജിച്ച് ഏറ്റവും സ്യൂട്ടബിളായ രീതി ഏതാ? കുട്ടിക്ക് എന്ത് ചെയ്യണം, യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണ്ണയിച്ചു കൊടുക്കുക. അതാണ് വേണ്ടത്. ക്ലിയർ? എന്നാലേ കുട്ടികൾക്ക് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ നേടിയെടുക്കാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കൂ. ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം, അനിഷ്ടം, മറ്റു വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി. പ്രക്ഷേപണ രീതി, സാമൂഹിക മിതി, നിരീക്ഷണ രീതി, ഫീൽഡ് സ്റ്റഡി. നമുക്കറിയാം പ്രൊജക്റ്റീവ് ടെക്നിക്കാണോ, സോഷ്യോമെട്രിക് ടെക്നിക്കാണോ, ഒബ്സർവേഷൻ ആണോ, ഫീൽഡ് സ്റ്റഡി ആണോ? ഉത്തരം ഏതായിരിക്കും? അതായത് വ്യക്തികൾ തമ്മിലുള്ള അടുപ്പവും അനിഷ്ടവും അതുപോലെ റിലേഷൻഷിപ്പ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സാമൂഹ്യമിതി. ജെൽ മൊറീനോ, നമുക്കറിയാം ജെൽ മൊറീനയുടെ സാമൂഹ്യമിതി വളരെ നല്ല. ഇത് നോക്കിയാൽ തന്നെ ഒരു ക്ലാസ്സിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ക്ലാസ്സിൽ 2 കുട്ടികൾ മാത്രം കണക്ഷൻ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ദ്വന്ദ്ങ്ങൾ, ട്വിൻസ് എന്ന് പറയും, ദ്വന്ദ്ം, ട്വിൻസ്. ഇനി 3 കുട്ടികൾ അല്ലേ, ഇങ്ങനെ 3 കുട്ടികൾക്ക് പരസ്പരം റിലേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്ലിക്കുകൾ എന്ന് പറയാം. ഇനി ഒരുപാട് ചെയിനായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഗ്യാങ്ങുകൾ എന്ന് പറയാം. അതുപോലെ ഒരു കുട്ടിയുമായിട്ട് പല ആളുകൾക്ക് ഒരു കുട്ടികളുമായിട്ട് എന്ത് ചെയ്യാം? ധാരാളം കുട്ടികൾക്ക് കണക്ഷൻ ഉണ്ട്, ഒരു കുട്ടിയോട് മാത്രം കൂടുതൽ കണക്ഷൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിന് പറയുന്ന പേരാണെന്ത്? സ്റ്റാർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിലേഷൻസ്, കുട്ടികൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് സാമൂഹിക, അതായത് സോഷ്യോമെട്രിക് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിമാപന രീതി, അതായത് പ്രൊജക്റ്റീവ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏതിലാണത് ഉൾപ്പെടുത്താത്തത്? റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ഐസൻസ് പേഴ്സണാലിറ്റീസ് ഇൻവെൻ്ററി. ഏതായിരിക്കും? ആദ്യത്തെ 3ഉം കറക്റ്റാണ്. അപ്പോൾ ഏതാ പെടാത്തത്? ഐസൻസ് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി. നമുക്കറിയാം ഇത് ഓരോരുത്തരും അല്ലെങ്കിൽ സംഭാവന ചെയ്ത ടെസ്റ്റുകളാണ്. അതായത് റോഷാർക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് അത് ആര് കൊണ്ടുവരുന്നതാണ്? ഹെർമൻ റോഷയാണ്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആരായിരുന്നു? മോർഗനും മുറയും ചേർന്നിട്ട് കൊണ്ടുവരുന്നതാണ്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് കാൾ ഗുസ്താവ്. അതുപോലെ മറ്റൊന്നാണ്, ഇതിൽ പറയാത്ത മറ്റൊന്നാണ് എന്ത്? ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കാറ്റ് എന്ന് പറയും. ഇത് ലിയോപാൾ ബെല്ലാക്കാണ് കേട്ടോ, അതും കൂടി ഓർത്ത് വെക്കാം. അടുത്ത ചോദ്യം. ബുദ്ധി സംബന്ധിച്ച് സ്പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തം ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിൽ ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം തിയറി ഓഫ് ഇൻ്റലിജൻസ്. അതിൽ സ്പിയർമാൻ അതിനാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിയറിക്കാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ദ്വിഘടകം, 2 ഫാക്ടർ തിയറി. അതിൽ 2 ഫാക്ടറുകളുണ്ട്. അത് ഏതൊക്കെയാണ്? ഇതിലുള്ള ജി ഏതാണ്? നമുക്കറിയാം ജി എന്ന് പറഞ്ഞാൽ ജനറലാണ്, ജനറൽ. അപ്പോൾ എസ് എന്ന് പറഞ്ഞാലോ സ്പെസിഫിക് ആണ്, സ്പെസിഫിക്. നമുക്കറിയാം, നോക്കൂ, സാമാന്യ ഘടകം എന്ന് മലയാളത്തിൽ പറയാം ജനറൽ ഫാക്ടർ. വിശിഷ്ട ഘടകത്തിന് എസ് ഫാക്ടർ. ഇതിൻ്റെ പ്രത്യേകത നോക്കൂ. ജി ഘടകത്തിൻ്റെ പ്രത്യേകത ജന്മസിദ്ധമായ ഘടകമാണ്. ഒരാളുടെ ജന്മസിദ്ധമായി ഒരാളിലുണ്ടാവുന്ന ഒരു ഫാക്ടറാണ് ജി ഫാക്ടർ. വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അത് കാണപ്പെടുന്നുണ്ട്. അതുപോലെ സ്ഥിരമായതാണത്. ജിയുടെ അളവ് കൂടിയാൽ ജീവിത വിജയ സാധ്യത കൂടുതലാണ്. അതാണ് ജി ഫാക്ടർ. എന്നാൽ എസ് ഫാക്ടർ എന്ന് പറയുമ്പോൾ അത് പരിസ്ഥിതിയിൽ നിന്ന് ആർജിച്ച് എടുക്കുന്നതാണ്. ഓരോ പ്രവർത്തനത്തിനുമുള്ള എസ് ഘടകം ഒരേപോലെയല്ല പ്രവർത്തിക്കുന്നത്. ജി എല്ലാത്തിലുണ്ടെങ്കിലും എസ് എന്ത് ചെയ്യും? വ്യത്യാസപ്പെടും. അതുപോലെ എസ് ഘടകത്തിൻ്റെ അളവിൽ വ്യക്തി വ്യത്യാസമുണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. തീർച്ചയായും ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക, ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും. അപ്പോൾ സ്പിയർമാൻ്റെ ഈ തിയറി ചോദിക്കാറുണ്ട് കേട്ടോ. താഴെ പറയുന്നവയിൽ പ്രാഥമിക പ്രബലകം അല്ലാത്തത്. പ്രാഥമിക പ്രബലകം അല്ലാത്തത്: ഒരു കുട്ടിയെ പ്രശംസിക്കുന്നത്, ഒരു പട്ടിയെ തലോടുന്നത്, ഒരു ഗ്ലാസ് കുടിവെള്ളം നൽകുന്നത്, ഒരു മിഠായി നൽകുന്നത്. അപ്പോൾ ഇവിടെ പ്രാഥമികമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്? ഒരു കുട്ടിയെ പ്രശംസിക്കുന്നത്. ഇതെന്തല്ല? പ്രൈമറി റീഇൻഫോഴ്സ്മെൻ്റ് അല്ല.
അടുത്ത ചോദ്യം, സ്വന്തം കണ്ണിലൂടെ അല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മയ്ക്ക് എന്ത് പറയും? കൺസർവേഷൻ, അഹം കേന്ദ്രിതം, വസ്തുസ്ഥൈര്യം, ഇറിവേഴ്സിബിലിറ്റി. വളരെ പ്രധാനപ്പെട്ട 4 കൺസെപ്റ്റാണ് ഈ ചോദ്യത്തിലുള്ളത്. അത് തീർച്ചയായും 4 നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ സ്വന്തം കണ്ണിലൂടെ അല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മ, അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? അഹം കേന്ദ്രീകൃതം. എന്താ പറയുക? അഹം കേന്ദ്രീകൃതം. അപ്പോൾ ഇവിടെ മറ്റുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്താണ് കൺസർവേഷൻ? നമുക്കറിയാം, ആകൃതിയിലും രൂപത്തിലും വ്യത്യാസം വരുമ്പോൾ അളവിൽ മാറ്റം സംഭവിക്കില്ലെന്ന ധാരണ. ആകൃതിയും അതപ്പോൾ 2 പാത്രം എടുക്കുക. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് നീളം അധികം ഉണ്ട്, പക്ഷേ വീതി കുറവാണ്. മറ്റേ പാത്രം എന്താണ്? നീളം ഉയരം കുറവാണെങ്കിൽ കുറച്ചും കൂടി വീതിയുണ്ട്. 2 പാത്രത്തിൽ നമ്മൾ ഒരേ അളവിൽ എന്തെങ്കിലും വസ്തുക്കൾ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? വീതി കുറഞ്ഞതിൽ കുറച്ചും കൂടി കൂടുതലുണ്ടാവും. അപ്പോൾ രണ്ടും തുല്യമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവൻ എന്ത് കഴിവുണ്ടാവണം? കൺസർവേഷൻ എന്ന കഴിവുണ്ടാവണം. പ്രത്യാവർത്തന ചിന്തക്കുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് റിവേഴ്സിബിലിറ്റി. ഉദാഹരണത്തിന്, ഡൽഹിയേക്കാൾ വലുതാണ് ന്യൂയോർക്ക് എന്ന് ഒരു കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടി എന്ത് മനസ്സിലാക്കും? ന്യൂയോർക്കിനേക്കാൾ ചെറുതാണ് ഡൽഹി എന്നും കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് റിവേഴ്സിബിലിറ്റിക്കുള്ള കഴിവുണ്ട്. അതുപോലെ 2 5 രൂപ നാണയങ്ങൾ ചേർന്നാൽ 10 രൂപയാകും. ഇത് കേൾക്കുമ്പോൾ ഒരു 10 രൂപയിൽ 5 രൂപ 2 5 രൂപ നാണയങ്ങളുണ്ടെന്ന് അവൻ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കെന്ത് പറയാം? അവന് എബിലിറ്റി ഓഫ് റിവേഴ്സിബിലിറ്റി. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, മറ്റൊന്നാണെന്ത്? വസ്തുസ്ഥൈര്യം. വസ്തുക്കൾ കണ്ണിൽ നിന്നും മറഞ്ഞാലും നിലനിൽക്കുന്നുവെന്ന ബോധത്തെയാണ് നമ്മൾ എന്ത് പറയുക? വസ്തുസ്ഥൈര്യം എന്ന് പറയാം. കുട്ടികൾക്ക് ഉണ്ടാകുന്നതാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. അതുപോലെ അഹം കേന്ദ്രീകൃത ചിന്ത, ഈഗോ സെൻട്രിക് തോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലുള്ളതാണ് എന്ത്? താൻ കാണുന്നത് പോലെയാണ് ലോകമെന്ന് കുട്ടി വിചാരിക്കുന്നു. ഈ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി വെക്കട്ടോ. അടുത്ത ചോദ്യം, ഒരു വ്യക്തിയുടെ മനോസാമൂഹ്യ വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം ആരുടേതാണ്? അതായത് താഴെ പറയുന്നവയിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മാതാവായി അറിയപ്പെടുന്നത്, അതായത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ്. നമുക്ക് അറിയപ്പെടുന്ന പ്രസിദ്ധനായൊരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റാണ് ആര്? വൈഗോഡ്സ്കി, അല്ലേ? ZPD ഒക്കെ പറഞ്ഞു തന്നെ, പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് ഇതിലുണ്ടോ? അപ്പോൾ ഈ ഓപ്ഷനിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ആളാരാണ്? അതാണ് ചോദ്യം കേട്ടോ. പിയാഷെ, ബ്രൂണർ, സ്കിന്നർ, ലെവിൻ. അപ്പോൾ ആരാണ്? ബ്രൂണർ. കേർട്ട് ലെവിനൊക്കെ നമുക്കറിയാം. കേർട്ട് ലെവിൻ എന്തിനാണ്? ഗസ്റ്റാൾട്ട്, അല്ലേ? ഗസ്റ്റാൾട്ട് അല്ലെ ജസ്റ്റാൾട്ട് തിയറിയുടെ ആളാണ് ഒരു. പിയാഷെ നമുക്കറിയാം കൊഗ്നിറ്റീവ് തിയറിയുടെ ആളാണ് ഒരു പിയാഷെ. അപ്പോൾ നമുക്ക് ഈ ബ്രൂണറെ കുറിച്ച് നോക്കാം. ബ്രൂണർ പറഞ്ഞതെന്ന് വെച്ചാൽ പഠനം സജീവമായൊരു സാമൂഹിക പ്രക്രിയയാണെന്ന്. വൈഗോട്സ്കിയുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബ്രൂണർ തൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചത്. ഇവിടെ വൈഗോട്സ്കി നോക്കാം കേട്ടോ. അപ്പോൾ വൈഗോട്സ്കിയുടെ അതേ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരും ബ്രൂണറും തൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചത്. അറിവ് നിർമ്മാണ പ്രക്രിയ ഒറ്റപ്പെട്ട അവസ്ഥയിലല്ല, അതായത് ഒരാൾ ഐസൊലേറ്റഡ് സിറ്റുവേഷനിലൊന്നും ഉണ്ടാവുന്നതല്ല, മറിച്ച് സാമൂഹിക സന്ദർഭങ്ങളിലാണ് നടക്കുന്നതെന്ന് ബ്രൂണർ അഭിപ്രായപ്പെടുന്നു. അതുപോലെ സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡാണ് ലേണിംഗ്. അടുത്ത ചോദ്യം, ഗാർഡ്നറുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവരിൽ ആർക്കാണ് ദൃശ്യസ്ഥലപര ബുദ്ധിയുള്ളത്? ഹവാർഡ് ഗാർഡ്നറുടെ ഇൻ്റലിജൻസ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ആർക്കാണ് ദൃശ്യസ്ഥലം എന്ന് പറഞ്ഞാൽ വിഷ്വൽ സ്പാഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളത്? അത്ലറ്റുകൾക്ക് ആണോ? കലാകാരന്മാർക്ക് ആണോ? മനഃശാസ്ത്രജ്ഞർക്ക്? നേതാക്കൾക്ക്? ഉത്തരം ആർക്കാണ്? കലാകാരന്മാർക്ക്. ആർട്ടിസ്റ്റ്, അല്ലേ? ചിത്രം വരയ്ക്കുക അതല്ലെങ്കിൽ അങ്ങനെയുള്ള കലാകാരന്മാർക്കാണെന്ത്? വിഷ്വൽ സ്പാഷ്യൽ. അത്ലറ്റുകൾക്ക് ഉണ്ടാവുന്നത് ഏതാണ്? അല്ലേ? ബോഡിലി കിനസ്തെറ്റിക് ആയ ഇൻ്റലിജൻസ് ആണ് ആർക്ക്? അത്ലറ്റുകൾക്ക് വരുന്നത്. മനഃശാസ്ത്രജ്ഞർക്ക് എന്താണ്? ഇൻട്രാപേഴ്സണൽ എന്ന് പറയാം. ഇൻട്രാപേഴ്സണൽ. ഓക്കെ. നേതാക്കൾക്ക് എന്താ? ഇൻ്റർപേഴ്സണൽ. ഓക്കെ. അടുത്ത ചോദ്യം, മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത്, അതായത് സൈക്കോ അനാലിറ്റിക് തിയറി ആരുടേതായിരുന്നു? ഫ്രോയിഡിൻ്റേത്. അത് പ്രകാരം ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകാനുള്ള കാരണം തെറ്റായ പഠനം, പ്രതിരോധ തന്ത്രങ്ങൾ അതായത് ഡിഫൻസ് മെക്കാനിസം, സ്വപ്നം കാണുന്നത് ഡ്രീമിങ്, ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത് റിപ്രഷൻ ഓഫ് ഡിസയർ. ഏതാണ് ഉത്തരം? സിമ്പിളായിട്ട് പറയാം, ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്?
ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോ ആണോ? അതെ, കറക്റ്റാണ്, അത് ശരിയാണല്ലോ. അപ്പോൾ അടുത്തത് നോക്കൂ, അടുത്തത് തെറ്റാണ് നോക്കൂ. ഓപ്പറൻ്റ് കണ്ടീഷനിങ് സ്കിന്നറുടേതാണ്, അതും കറക്റ്റാണ്. ആശയ പഠനം ബ്രൂണർ, അതെ ബ്രൂണർ പറഞ്ഞാണ് കൺസെപ്റ്റ് ലേണിംഗ്. അപ്പോൾ അടുത്തതായിരിക്കും തെറ്റ്. നിരീക്ഷണ പഠനം തോണ്ടൈക്ക്. തോണ്ടൈക്കിൻ്റേത് നിരീക്ഷണ പഠനമാണോ? തോണ്ടൈക്കിന് മറ്റു പല പ്രസിദ്ധമായ തിയറികളുണ്ട്, നമുക്ക് നോക്കാം. തോണ്ടൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി, ട്രയൽ ആൻഡ് എറർ തിയറി വളരെ പ്രസിദ്ധമായൊരു തിയറിയാണ്. അതുപോലെ തോണ്ടൈക്കിൻ്റെ ട്രയോളജി അല്ലേ, 3 ത്രയങ്ങൾ എന്ന് പറയാം, പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ 3 നിയമങ്ങൾ ഏതൊക്കെയായിരുന്നു? ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ് ആൻഡ് ലോ ഓഫ് എക്സസൈസ്. ഈ 3 കാര്യങ്ങളും ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്, തീർച്ചയായും പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന്, അതായത് ഡാഷ് ബുദ്ധിക്ക് മറ്റ് ബുദ്ധി രൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുണ്ട്. അപ്പോൾ ജീവിത വിജയത്തിൽ ഏതോ ഒരു ബുദ്ധിക്ക് മറ്റ് ബുദ്ധിരൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുണ്ടെങ്കിൽ അത് ഏത് ബുദ്ധിയായിരിക്കും? ഇതിൽ നോക്കൂ, വിശകലനാത്മക ബുദ്ധി, സർഗാത്മക ബുദ്ധി, വൈകാരിക ബുദ്ധി, പ്രായോഗിക ബുദ്ധി. അതായത് അനലിറ്റിക്, ക്രിയേറ്റീവ്, ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ. ഏത് ബുദ്ധിക്കാണ് കൂടുതൽ? ഗോൾമാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് വരുന്ന കൺസെപ്റ്റാണ് ആര്? വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലേ. പീറ്റർ സലോവ അവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തിയറി ആയിരുന്നു. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന കൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ, ഒരു പുസ്തകത്തിലൂടെയാണ് ഗോൾമാൻ എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ള ബുദ്ധിരൂപങ്ങളെക്കാൾ ജീവിത വിജയത്തിന് ആവശ്യം ഇമോഷണൽ ഇൻ്റലിജൻസ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു. അടുത്ത ചോദ്യം, അനുക്രമ പഠന പദ്ധതി സീക്വൻഷ്യൽ കരിക്കുലം ആരുടെ സംഭാവനയാണ്? ഒസബൽ, സ്കിന്നർ, വൈഗോഡ്സ്കി ആൻഡ് ബ്രൂണർ. ആരായിരിക്കും? ഉത്തരം ഒസബലാണ് കേട്ടോ. ഒസബലാണ് എന്തിൻ്റെ ആള്? സീക്വൻഷ്യൽ കരിക്കുലം. നമ്മൾ സ്പൈറൽ കരിക്കുലം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ബ്രൂണറുടെ, അതുപോലെ തന്നെ വൈഗോഡ്സ്കിയുടെ ZPD, ഇങ്ങനെയുള്ള കൺസെപ്റ്റ്. ഒസബലിൻ്റെ സംഭാവനയാണ് എന്ത്? സീക്വൻഷ്യൽ കരിക്കുലം. വിവര വിശകലന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി, അതായത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, ഈ തിയറി മുന്നോട്ട് വെച്ചത് ആരാണ്? ഗാർഡ്നർ, സ്റ്റേൺബർഗ്, തേഴ്സ്റ്റൺ, സ്പിയർമാൻ. ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. സ്റ്റേൺബർഗിൻ്റെ കൺസെപ്റ്റാണ് എന്ത്? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി. അടുത്ത ചോദ്യം, സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അനുയോജ്യമായ മാർഗം. ദ മെത്തേഡ് വിച്ച് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ അസസിങ് നോൺ കോഗ്നിറ്റീവ് ആസ്പെക്ട്സ്. ഓക്കെ, നോൺ കോഗ്നിറ്റീവ് ആസ്പെക്റ്റുകളെ വിലയിരുത്താൻ നമുക്ക് ഏറ്റവും അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, റിലേറ്റീവ് ഗ്രേഡിംഗ്, അതുപോലെ മാർക്ക് സമ്പ്രദായം, ഡയറക്റ്റ് ഗ്രേഡിംഗ്. ഉത്തരം ഏതാണ്? ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ് കേട്ടോ ഉത്തരം. അവസാനത്തെ ചോദ്യം, ഇതിൽ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരധ്യാപകൻ ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളുടെ പ്രതികരണം പ്രശംസിക്കുകയും പെൺകുട്ടികളുടെ പ്രതികരണങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കി, എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ മനസ്സിലാക്കുക. ഇവിടെ പെൺകുട്ടികളെ എന്ത് ചെയ്യുക? അവഗണിക്കുന്നു, ആൺകുട്ടികളെ എന്ത് ചെയ്യും? പരിഗണിക്കുന്നു. ഉത്തരം ജെൻഡർ സെൻസിറ്റിവിറ്റി ആണോ, ജെൻഡർ ബിയാസ് ആണോ, ജെൻഡർ റോൾ ആണോ, ജെൻഡർ ഐഡൻറ്റിറ്റി ആണോ? ഏതായിരിക്കും? ജെൻഡർ ബിയാസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ജെൻഡർ ബയാസ് നമുക്ക് പറയാം. ഓക്കെ, ഇന്നത്തെ 20 ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. തീർച്ചയായും നന്നായിട്ട് റിലേറ്റഡ് കൺസെപ്റ്റ് കൂടി മനസ്സിലാക്കി പഠിച്ചാൽ സൈക്കോളജി ഒരിക്കലും ഒരു ബാലികേറാമലയല്ല. തീർച്ചയായും എളുപ്പത്തിൽ നമുക്ക് 30 മാർക്ക് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. താങ്ക്